നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി പ്രകാരം അംഗങ്ങളായ തൊഴിലാളികൾക്കും മക്കൾക്കും വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലേഴ്സ് യോഗം തൊടുപുഴയിൽ നടത്തി. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ് കൗൺസിലേഴ്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റായി PC ജേക്കബ്, ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് AG റിയാസ്, ട്രഷററായി CS അജ്മൽ എന്നിവരെ വീണ്ടും തെരഞ്ഞെടുത്തു. മൂലമറ്റം സെയിന്റ് ജോർജ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഇടുക്കി DLSA സീനിയർ ഡിവിഷൻ സെക്രട്ടറി സിവിൽ ജഡ്ജ് അരവിന്ദ് V എടയോടി ഉദ്ഘാടനം നിർവഹിച്ചു. വെളിയച്ചാൽ സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ നിർമ്മിച്ച വിശുദ്ധരുടെ താഴ്വരയുടെ വെഞ്ചരിപ്പ് കർമ്മം മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി പ്രകാരം അംഗങ്ങളായ തൊഴിലാളികൾക്കും മക്കൾക്കും വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവാഹ ധനസഹായം, തൊഴിലാളി പെൻഷൻ, കുടുംബ പെൻഷൻ, സ്വാതന്ത്ര്യ പെൻഷൻ, സ്വർണ്ണ മെഡൽ, ക്യാഷ് അവാർഡ് വിതരണം, സ്കോളർഷിപ്പ്, ലാപ്ടോപ്പ് വിതരണം, പ്രായാധിക്യം മൂലം പിരിഞ്ഞ ഏറ്റവും കൂടുതൽ സേവന ദൈർഘ്യമുള്ള തൊഴിലാളികൾക്ക് പാരിതോഷികം തുടങ്ങിയവ നൽകും. ജൂലൈ 13 തൊടുപുഴ വെങ്ങല്ലൂർ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ചന്ദ്രബാബു അധ്യക്ഷത വഹിക്കും. തൊഴിലാളികൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച പദ്ധതിയാണ് കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി. ഇതിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ലോൺ, അപകട ഇൻഷുറൻസ്, മക്കൾക്കുള്ള സ്കോളർഷിപ്പ്, ആശ്രിതർക്ക് മരണാനന്തര ധനസഹായം മുതലായ ആനുകൂല്യങ്ങൾ നൽകി വരുന്നു. നിലവിൽ ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്കും തൊഴിലാളിയുടെ 2 പെൺമക്കൾക്കും വിവാഹ ധനസഹായമായി 40,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. വിരമിക്കുന്ന തൊഴിലാളികളുടെ സേവന കാലയളവനുസരിച്ച് 3,000 രൂപ മുതൽ 5,000 രൂപ വരെ തൊഴിലാളി പെൻഷൻ ഇനത്തിൽ ബോർഡ് വിതരണം ചെയ്തു വരുന്നു. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 2023 വർഷത്തെ SSLC പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയവർക്കുള്ള സ്വർണ്ണ മെഡൽ, ക്യാഷ് അവാർഡ് വിതരണം, കേന്ദ്ര സംസ്ഥാന എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന പ്രവേശന പരീക്ഷകളിലൂടെ കേരളത്തിലെ സർക്കാർ അംഗീകൃത കോളേജുകളിൽ 1ാം വർഷ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം, കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളിൽ 2022-23 വർഷം പ്രായാധിക്യം മൂലം പിരിഞ്ഞ ഏറ്റവും കൂടുതൽ സേവന ദൈർഘ്യമുള്ള തൊഴിലാളിക്ക് പാരിതോഷികം 50,000 രൂപ തുടങ്ങിയ സഹായങ്ങൾ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ 13 തൊടുപുഴ വെങ്ങല്ലൂർ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് നൽകും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് സ്വർണ്ണ മെഡൽ വിതരണം ചെയ്യും. കുട്ടികൾക്ക് പാരിതോഷിക വിതരണവും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പും വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മറ്റേ സ്കോളർഷിപ്പ് വിതരണവും നടത്തുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടലിറങ്ങുന്ന തൊഴിലാളികൾക്കുള്ള പാരിതോഷിക വിതരണം, ഏറ്റവും കൂടുതൽ സർവീസുള്ള തൊഴിലാളികൾക്കുള്ള പാരിതോഷിക വിതരണം എന്നിവയാണ് നടത്തുന്നത്. ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ബോർഡിന്റെ ചെയർമാൻ MV ചന്ദ്രബാബു ആണ് പ്രസ്തുത യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ NV ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ച് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ നേതാക്കളായ PP ജോയ്, KV ജോയ്, ഷാജി തോമസ്, സെയ്ദ് ഖാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ തകിടം മറിക്കുന്ന വിധം സമഗ്ര ശിക്ഷ കേരളയിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള NGO യൂണിയനും KGOയും സംയുക്തമായി തൊടുപുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ തകിടം മറിക്കുന്ന വിധം
സമഗ്ര ശിക്ഷ കേരളയിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയത് അവസാനിപ്പിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് നിലവിലിറക്കിയിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള NGO യൂണിയനും KGOയും സംയുക്തമായി സംസ്ഥാനത്ത് SPD, SSK, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് എന്നിവിടങ്ങളിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. തൊടുപുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുമ്പിൽ നടന്ന പ്രക്ഷോഭം NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജര ഉദ്ഘാടനം ചെയ്തു. പരിമിതമായ തസ്തികകൾ മാനദണ്ഡം ലംഘിച്ച് വ്യവസ്ഥകളെല്ലാം അട്ടിമറിച്ച് വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തി. വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ സൂപ്രണ്ടിന്റെ പ്രൊമോഷൻ മുതൽ മുകളിലോട്ട് പരിശോധിച്ചാൽ അത് കിട്ടുന്ന ആളുകളുടെ എണ്ണം പരിമിതമാണ്. ആ സീനിയർ സൂപ്രണ്ടിന്റെ പ്രൊമോഷൻ തസ്തികയായിട്ടുള്ള PAയുടെ പ്രൊമോഷൻ തസ്തികകളാണ് ഈ പറയുന്ന അക്കൗണ്ട്സ് ഓഫീസർ മുതലുള്ള തസ്തികകൾ. അപ്പോൾ അത്തരം ആളുകൾക്ക് പ്രൊമോഷൻ നൽകിയോ അതോടൊപ്പം തന്നെ സ്ഥലമാറ്റം നൽകിയൊക്കെ തന്നെയാണ് ഈ SSKയുടെ ഓഫീസുകളിൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികകളിലേക്ക് നിയമിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായും ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംരക്ഷിക്കുകയും അവൻ്റെ പ്രൊമോഷൻ മുൻപെങ്കും ഇല്ലാത്ത വിധം ഒരു പ്രൊമോഷൻ പോലും ഡ്യൂ ആകാതെ കൃത്യമായി നൽകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നൊരു ഘട്ടത്തിൽ ജീവനക്കാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നുള്ളൊരു ഇറക്കുമതി എന്ന നിലയിലേക്ക് തീരുമാനം മാറുകയാണ്. ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, നിലവിലുള്ള തസ്തികകളിലേക്ക് അതിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം ഡെപ്യൂട്ടേഷൻ പോകേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സമാന സ്കെയിലുകൾ അതിൻ്റെ ഭാഗമായി വേണ്ടി വരും. സമാന തസ്തികകളും സമാന സ്കെയിലുകളും എല്ലാം അതിൻ്റെ ഭാഗമായി ആവശ്യമാണ്. എന്നാൽ ഇന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലേക്ക് ഈ നിലവിലേക്ക് വരുന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ അണ്ടർ സെക്രട്ടറിയുടെ റാങ്കിലുള്ള ആളുകളെയാണ് നിയമിക്കുന്നത്. നിലവിൽ അവിടെ അതിൻ്റെ നിലവിലെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് AAയുടെ അല്ലെങ്കിൽ AOയുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 56,500, 1,18,100 എന്നുള്ളതാണ്. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം PM ഫിറോസ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി KK പ്രസഭകുമാർ, KGOA ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ, NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലേഴ്സ് യോഗം തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിൽ നടന്നു. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി S കൗൺസിലേഴ്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ റെഡ് ക്രോസിലെ സീനിയർ അംഗം PS യോഗീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ മുഖ്യപ്രഭാഷണവും മാർഗരേഖയുടെ അവതരണവും നടത്തി. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലേഴ്സ് യോഗം തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിൽ നടന്നു. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി S കൗൺസിലേഴ്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ച് കുട്ടികൾക്ക് പരേഡുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസം യൂണിഫോമിൽ കുട്ടികൾ സ്കൂളിൽ ഹാജരാകുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ മറ്റ് സംഘടനകൾ SPSCയോ NCCയോ ഒക്കെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുമ്പോൾ അതിന് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ARC കുട്ടികൾക്കും ഈ പരേഡുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് അതിനോട് തന്നെ ഒരു പ്രാധാന്യം ഇന്ന് കൈവന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ വരേണ്ടുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന NCC SPC സംഘടനകൾക്കൊക്കെ ഗ്രേസ് മാർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ വരികയും ഒക്കെ ചെയ്തപ്പോൾ ARCക്ക് അത് അനുവദിക്കാൻ കുറച്ച് താമസമാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ 5ാം ക്ലാസ്സിൽ ARCയിൽ ചേരുന്ന ഒരു കുട്ടി, വേറെ ജനങ്ങളൊന്നുമില്ലല്ലോ, ARC ഉണ്ട്, സ്കൗട്ടും ഉണ്ട്. 5ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ വരുമ്പോൾ ഈ സ്കൂൾ തലത്തിൽ തന്നെയുള്ള വിവിധ ക്ലബുകളും വിവിധ ഏജൻസികളും വിവിധ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് NCCയിലോ SPCയിലോ ഒക്കെ നോക്കും. ഇതിലൊന്നിനെ കിട്ടാതെ വരുന്നെങ്കിൽ മാത്രമേ ഈ കുട്ടി പിന്നെ ARC ആദ്യം നോക്കുന്ന പ്രശ്നമുള്ള സമയമാണ്. ജില്ലാ റെഡ് ക്രോസിലെ സീനിയർ അംഗം PS മോഹേന്ദ്രൻ അധ്യക്ഷനായി. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ മുഖ്യപ്രഭാഷണവും മാർഗരേഖയുടെ അവതരണവും നടത്തി. JRCയുടെ ഇടുക്കിയുടെ എല്ലാ കാലത്തെയും മുതിർന്ന നേതാവായ പ്രൊഫസർ CA ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കിയുടെ ആദരവ് പ്രൊഫസർ CA ജോസഫിനെ ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി S പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഇടുക്കി ജില്ലാ JRC പ്രസിഡന്റ് ജെയിംസ് T മാളിയേക്കൽ, ഹെഡ്മിസ്ട്രസ് ജയന്തി KS, JRC ഇടുക്കി ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ PN സന്തോഷ്, അടിമാലി സബ് ജില്ലാ കോർഡിനേറ്റർ ജിജിമോൻ EK എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തൊടുപുഴ, അറക്കുളം, അടിമാലി എന്നീ സബ് ജില്ലകളിലെ 65 കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
മുട്ടം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. പ്രിൻസിപ്പാൾ ഹണി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇടുക്കി ജില്ലാ ജഡ്ജി ശശികുമാർ PS ഉദ്ഘാടനം ചെയ്തു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ മുഖ്യ പ്രഭാഷണം നടത്തി. മുട്ടം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. പ്രിൻസിപ്പൽ ഹണി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇടുക്കി ജില്ലാ ജഡ്ജി ശശികുമാർ PS ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അനുഭവ പരിജ്ഞാനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ആധുനിക സംസ്കാരത്തിന് ഒരു മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. മുട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NK ബിജു, PTA പ്രസിഡന്റ് നന്ദഗോപൻ, സ്റ്റാഫ് പ്രതിനിധികൾ PK സുരേഷ്, ബിനോളിൻ G കുളങ്ങര എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഈ വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ട്രോഫികൾ നൽകി ആദരിച്ചു. ഗൗരി നന്ദന, ആദിൽ ഡാൻ മാത്യൂസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥി പ്രതിനിധി വൈഗ രഞ്ജൻ യോഗത്തിന് നന്ദി പറഞ്ഞു. വരും വർഷങ്ങളിലും ഈ വിജയം തുടരുവാൻ കുട്ടികൾക്ക് പ്രചോദനമേകാൻ ഈ വർഷത്തെ മെറിറ്റ് ഡേ സഹായകമാകും. ന്യൂസ് ബ്യൂറോ, മുട്ടം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റായി PC ജേക്കബ്, ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് AG റിയാസ്, ട്രഷററായി CS അജ്മൽ എന്നിവരെ വീണ്ടും തെരഞ്ഞെടുത്തു. പറവൂരിൽ ചേർന്ന ഏകോപന സമിതിയുടെ വാർഷിക സമ്മേളനത്തിലാണ് ഇവരെ ഏകകണ്ഠേനമായി തെരഞ്ഞെടുത്തത്. ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജിമ്മി ചക്കിയത്തിനെ വർക്കിംഗ് പ്രസിഡന്റായി ജില്ലാ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു. 156 അംഗ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കുത്തകകൾക്കെതിരായ സമരം ശക്തമാക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. പറവൂരിൽ ജില്ലാ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുത്തകകളെ സഹായിക്കുന്ന നിലപാടുകളാണ് തുടരുന്നത്. ഇതുമൂലം രാജ്യത്തെ ചെറുകിട വ്യാപാര രംഗത്തെ 4 കോടി സംരംഭകരും 16 കോടി തൊഴിലാളികളും അടങ്ങുന്ന 20 കോടി ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന നയം സർക്കാരുകൾ തിരുത്തിയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും രാജു അപ്സര മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ചെറുകിട മേഖലയിലുള്ള മുഴുവൻ ഈ ഗവൺമെന്റിന്റെ കുത്തക നയങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരത്തിന് എറണാകുളത്തെ ഈ തിരുസഭയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയോടൊപ്പം ഉണ്ടായിരിക്കണം. ഈ കുത്തകകളെ പിടിച്ചുകെട്ടി ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AG റിയാസ് റിപ്പോർട്ടും ട്രഷറർ CS അജ്മൽ കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ S ദേവരാജൻ, വൈസ് പ്രസിഡന്റുമാരായ MK തോമസ് കുട്ടി, KV അബ്ദുൽ ഹമീദ്, AJ ഷാജഹാൻ, അഹമ്മദ് ഷെരീഫ്, സെക്രട്ടറിമാരായ സണ്ണി പൈമ്പിള്ളി, ബാപ്പു ഹാജി, സബിൽ രാജ്, ജോജിൻ T ജോയി, ജില്ലാ ഭാരവാഹികളായ MC പോൾസൺ, ജിമ്മി ചക്യാത്ത, KT ജോണി, സുബൈദ നാസർ, KS നിഷാദ് എന്നിവർ സംസാരിച്ചു. 2024-26 കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹികളായി PC ജേക്കബ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ പൊതുയോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറിയും എറണാകുളം ജില്ലാ വരണാധികാരിയുമായ VM ലത്തീഫ് തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, പറവൂർ. മൂലമറ്റം സെയിന്റ് ജോർജ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഇടുക്കി DLSA സീനിയർ ഡിവിഷൻ സെക്രട്ടറി സിവിൽ ജഡ്ജ് അരവിന്ദ് V എടയോടി ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ ലഹരി വിരുദ്ധ സ്കിറ്റ്, ഡാൻസ്, ലളിതഗാനം തുടങ്ങിയ നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ലളിതഗാനം, ഡാൻസ്, ലഹരി വിരുദ്ധ സ്കിറ്റ്, ഒപ്പുശേഖരണം സമർപ്പിക്കൽ, സ്കൂൾ ലീഡേഴ്സിന്റെ സത്യപ്രതിജ്ഞ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. സിവിൽ ജഡ്ജ് അരവിന്ദ് B എടയോടി ലഹരി വിരുദ്ധ ദിനാചരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അകലെ നിൽക്കുന്നത് വെച്ചാൽ തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും നിങ്ങൾ ഈ പ്രായത്തിൽ വളരെ ഭൂരിഭാഗം കുട്ടികളുടെ പൂർണ്ണമായിട്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 100% കുട്ടികളും ഇതിൽ നിന്ന് അകന്നിരിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഇന്നത് കൊള്ളില്ല എന്ന്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ വലുതായി നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വൈസസിൽ മീൻസ് മോശമായിട്ട് കാര്യത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മോശമാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു മോശമായിട്ട് മണമുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്കത് ആ മണം മോശമാണെന്ന് തോന്നുന്നില്ല. അപ്പം ഇത് ഏറ്റവും നല്ല കാലമാണ് നമ്മളെ തിരിച്ചറിയാനും ഏറ്റവും
ലക്ഷ്യബോധത്തോടെ ജീവിക്കാനും ഏറ്റവും നല്ല അവസരവും നല്ല സാഹചര്യവും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ പഴയ കാലം പോലെയല്ല, നമുക്ക് ടൗണിൽ ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും തന്നെ എന്താണ് ഇപ്പോൾ നമുക്ക് കൃത്യമായ പ്ലാറ്റ്ഫോമിൽ കൂടെ ലഭ്യമാണ്. സ്കൂൾ മാനേജർ ഫാദർ കുര്യൻ കാലായിൽ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് സിനോയ് താനിക്കൽ, SSG കൺവീനർ ഫ്രാൻസിസ് കരിമ്പാനി, DCL പ്രവിശ്യ കോർഡിനേറ്റർ റോയ് ജെ കല്ലറങ്ങാട്ട് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സെന്റ് ജോർജ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ് SH സ്വാഗതവും അധ്യാപക പ്രതിനിധി സിസ്റ്റർ ക്രിസ്റ്റീന SMC നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. വെളിയച്ചാൽ സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ നിർമ്മിച്ച വിശുദ്ധരുടെ താഴ്വരയുടെ വെഞ്ചരിപ്പ് കർമ്മം മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിർവഹിച്ചു. ഇടവക വികാരി റവറൻ ഡോക്ടർ തോമസ് ജെ പറയിടം സഹകാർമ്മികത്വം വഹിച്ച് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരി അഗസ്റ്റിൻ നിരപ്പേൽ തുടങ്ങി ഇടവജനങ്ങൾ പങ്കെടുത്തു. ആലഞ്ചേരി പിതാവിന്റെ സാന്നിധ്യം സന്തോഷകരവും അനുഗ്രഹപ്രദവുമായിരുന്നുവെന്ന് വികാരി തോമസ് പറയിടം പറഞ്ഞു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് അങ്ങേക്ക് സജീവ സാക്ഷികളായി ജീവിച്ച വിശുദ്ധരെ സ്വർഗത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥരും ഭൂമിയിൽ ഞങ്ങൾക്ക് മാതൃകകളുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാപിക്കുന്ന വിശുദ്ധരുടെ ആശീർവദിക്കണമേ. അങ്ങനെ അറിയപ്പെടും വിശുദ്ധ ത്രേസ്യ ഓഫ് വെളിയച്ചാൽ, വിശുദ്ധ തോമസ് ഓഫ് വെളിയച്ചാൽ എന്നൊക്കെ ആയിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെളിയച്ചാലിൽ നിന്ന് വിശുദ്ധരുണ്ടാകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മേജർ ആർച്ച് ബിഷപ്പ് ആകുന്നതിന് മുമ്പ് തക്കലയിലായിരുന്നു എന്നറിയാം, തമിഴ്നാട്ടിൽ ദേവസഹായം പിള്ളയുടെ നാടായിരുന്നു. അത് പ്രത്യേകമായി ഓർക്കുന്നു. അപ്പോൾ ഈ വിശുദ്ധരെല്ലാവരും, ഭാരതത്തിലെ വിശുദ്ധർ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്, പ്രത്യേകിച്ചും പിതാവ് ഒരു വാക്കുകൂടി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അച്ഛൻ പറഞ്ഞൊന്നും പോരെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. ഏതായാലും ഞാൻ ദേവാലയത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധരെല്ലാം നിങ്ങൾ പള്ളി വരുമ്പം നിങ്ങളെ നോക്കി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ വിശുദ്ധരെ എല്ലാവരെയും നമ്മൾ മാതൃകകളായിട്ട് സ്വീകരിക്കണം. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സഭ മുഴുവൻ ഒരു പ്രേക്ഷിത സഭയാണ്. തോമാസ് ശ്ലീഹ അങ്ങ് കർത്താവിൻ്റെ നാട്ടിൽ നിന്ന് ഇവിടം വരെ വന്നു. ഭാരതത്തിൽ 2 പ്രാവശ്യം വന്നെന്നാണ് ഇപ്പോൾ ചരിത്ര പഠിതാക്കൾ പറയുന്നത്. അതേക്കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥം ഈ കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്ത പ്രകാശനം ചെയ്തു. 1-ാമത്തെ വാല്യം. 2ാമത് വന്നത് ഒരു പ്രാവശ്യം വന്നത് വടക്കേ ഇന്ത്യയിലൂടെയാണ്. 2ാമത് വന്നത് കൊടുങ്ങല്ലൂരിൽ കൂടെ കപ്പൽ മാർഗം, മറ്റത് കരമാർഗമായി. അങ്ങനെ വന്നാണ് 7 പള്ളികളൊക്കെ സ്ഥാപിച്ചത്. അങ്ങനെയുള്ള 7 പള്ളികളിൽ നിന്നാണ് നമ്മുടെ മാർത്തോമാ നസ്രാണികളെ ലോകം മുഴുവൻ ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തോമാസ് ലീഹായുടെ പ്രേക്ഷിത ചൈതന്യം നമുക്കും ഉണ്ടാകണം. നമ്മളും തോമാസ് ലീഹായെ പോലെ കർത്താവിനെ അറിയിക്കുന്നവരാണ്. KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതി നയിക്കുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവന സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് മൂലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ സ്വീകരണം നൽകി. സംസ്ഥാന ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കദീപറമ്പിൽ, ക്യാപ്റ്റൻ ജെയിംസ് ആഴങ്ങാടൻ, ജനറൽ കോർഡിനേറ്റർ സാബു ജോസ് എന്നിവർ നേതൃത്വം നൽകുന്ന സമിതിയാണ് സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്.
KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി നയിക്കുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ സ്വീകരണം നൽകി. സംസ്ഥാന ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, ക്യാപ്റ്റൻ ജെയിംസ് ആഴ്ചങ്ങാടൻ, ജനറൽ കോർഡിനേറ്റർ സാബു ജോസ് എന്നിവർ നേതൃത്വം നൽകുന്ന സമിതിയാണ് സന്ദേശയാത്ര നയിക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ജീവനെതിരെ നടക്കുന്ന വെല്ലുവിളിയാണ്. അതിൽ തന്നെ പ്രധാനം അമ്മമാരുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ വെച്ച് നടക്കുന്ന കൊലപാതകങ്ങൾ ഇതായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് വളരെ സത്യമുള്ളതായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ന് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ ഓരോ തരി മണ്ണും നിഷ്കളങ്ക ജീവന്റെ രക്തക്കറ പുരണ്ടതാണെന്ന്. എറണാകുളത്ത് 3-4 ആഴ്ച മുമ്പ് പ്രസവിച്ചു കഴിഞ്ഞ കൊച്ചിനെ 3 മണിക്കൂറായപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് പൊളിത്തീൻ കവറിലിട്ട് റോഡിലേക്ക് എറിഞ്ഞ ഒരമ്മ. നിങ്ങൾക്കറിയാം, പ്രസവം കഴിയുമ്പോഴുള്ള മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ പ്രശ്നം 3 മണിക്കൂർ പ്രായമുള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് എറിഞ്ഞ അമ്മയ്ക്ക് അറിയാം കൊലപാതകമാണത്. അവൾ പ്രതിയും കൂടെയാണ്. ഉറപ്പായിട്ട് പിടിക്കപ്പെടുകയും ചെയ്യും. അത്രയും നാൾ ഒളിച്ചു വെച്ചു. എൻ്റെ ഉള്ളിൽ വളരുന്ന കാലത്ത് ഞാൻ അത്രയും നാൾ ഒളിച്ചു വെച്ചു. അറിയാമായിരുന്നെങ്കിൽ സ്വന്തം അമ്മേനോടെങ്കിലും എനിക്കൊരു പറ്റിപ്പോയി എന്ന് ഈ കുഞ്ഞമ്മ പറഞ്ഞിരുന്നു എങ്കിൽ, ഈ ഇരിക്കുന്ന സിസ്റ്റർമാരോ അച്ഛന്മാരോ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ, പ്രോലൈഫേഴ്സ് ടോമിയൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. 100-300 പേരെ സംരക്ഷിക്കുന്ന ഒരാളുടെ വീട്ടിലാണ് കോതമംഗലം. നിങ്ങളുടെ തൊട്ടടുത്ത് അവിടെയാണ് ഇവിടുന്ന് താമസിച്ചത്. ഞാൻ ആരും വരെ പോയി താമസിക്കുന്നത്, അച്ഛൻ്റെ കൂടെ താമസിച്ചു. ജൂലൈ 2 കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച ജീവസംരക്ഷണ സന്ദേശയാത്ര കോതമംഗലം രൂപതയിൽ പര്യടനം നടത്തി. കോതമംഗലം രൂപതയിലെ ആദ്യ സ്വീകരണവേദി കോതമംഗലം സെന്റ് ജോസഫ് നഴ്സിംഗ് കോളേജ് രൂപത ജനറൽ ഡോക്ടർ പൈസ് മലയക്കണ്ടം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ നഴ്സിംഗ് കോളേജ്, മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. പ്രോലൈഫ് രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ മജീഷ്യൻ ജോയ്സ് മുക്കുടത്തിന്റെ ജീവവിസ്മയ മാജിക് ഷോ അവതരിപ്പിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, ക്യാപ്റ്റൻ ജെയിംസ് ആഴ്ചങ്ങാടൻ, ജനറൽ കോർഡിനേറ്റർ സാബു ജോസ് എന്നിവർ നേതൃത്വം നൽകുന്ന സമിതിയാണ് സന്ദേശയാത്ര നയിക്കുന്നത്. കോതമംഗലം രൂപതയിൽ KCBC പ്രോലൈഫ് സമിതി ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കിയിൽ, പ്രസിഡന്റ് ജോയ്സ് മുക്കുടം, വൈസ് പ്രസിഡന്റ് ആഗ്നസ്, ജോയിന്റ് സെക്രട്ടറി കുസുമം, ടോമി ദിവ്യരക്ഷാലയം, ജോബി കളറയ്ക്കൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ തെരേസ് മടത്തിശ്ശേരി SH, സിസ്റ്റർ സാന്റ മരിയ SH, വിദ്യാർത്ഥി പ്രതിനിധി ബിബിയ ബാബു, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, CFC രൂപത പ്രസിഡന്റ് ടോം ജെ കല്ലറയ്ക്കൽ, സെക്രട്ടറി K ജോർജ് എന്നിവരുടെയും സാന്നിധ്യ സഹകരണം ഈ പരിപാടിയിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുതലക്കോട്. കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ലോക ജന്തുജന്യ രോഗദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഏകാരോഗ്യ പരിപാടി ഇടുക്കിയുടെയും കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോടിക്കുളം കുടുംബ ആരോഗ്യ കേന്ദ്ര ഡയറക്ടർ ഓഫീസർ ഡോക്ടർ സാം ബി ജോൺ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഏകാരോഗ്യ ജില്ലാ മെമ്പർ ഷാജി PM ക്ലാസ് നയിച്ചു. ലോക ജന്തുജന്യ രോഗദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂൾ. ഏകാരോഗ്യ പരിപാടി ഇടുക്കിയുടെയും കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത്. കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാം ബി ജോൺ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഈ ജൂലൈ 6 ഈ ഡേറ്റ് സെലക്ട് ചെയ്യാനൊരു കാരണം 1885 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ വളരെ വിജയകരമായി ഒരു പേപ്പട്ടി കടിച്ച ബാലനിൽ പരീക്ഷിച്ച വിജയിച്ച ദിവസമാണ് ജൂലൈ 6. അത് ലൂയി പാസ്റ്റർ എന്ന് പറഞ്ഞ ആളാണ് അത് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഡേ തന്നെ നമ്മൾ തെരഞ്ഞെടുത്തത്. പക്ഷെ ഈ ഡേ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊന്നും വലിയ പ്രചാരത്തിലുള്ള ഒരു ഡേ ആയിരുന്നില്ല. വേൾഡ് ഹെൽത്ത് ഡേ, മറ്റേ TB ഡേ, അങ്ങനെ കുറെ ഡേ നമ്മൾ, പോപ്പുലേഷൻ ഡേ, അങ്ങനെ കുറെ ഡേ നമ്മൾ എല്ലാ വർഷവും വിപുലമായിട്ട് ആചരിക്കുമായിരിക്കും. പക്ഷേ ഈ ഡേയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കോവിഡാനന്തരമാണ് ഏകാരോഗ്യ പദ്ധതി നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതും അതിന്റെ പ്രവർത്തനങ്ങൾ വന്നത്. അപ്പം ഈ ലോകത്താകമാനം 300ഓളം രോഗങ്ങൾ ഈ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരും. ഏകാരോഗ്യ പരിപാടി ജില്ലാ മെന്റർ ഷാജി PM ക്ലാസ് നയിച്ചു. ഏകാരോഗ്യ പരിപാടി ജില്ലാ മെന്റർ സുരേഷ് കുമാർ TP, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുബീർ KM, അഞ്ജു P നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെഡ്മിസ്ട്രസ് ഡെസി തോമസ് സ്വാഗതവും സ്കൂൾ ഹെൽത്ത് ക്ലബ് കൺവീനർ ബബിത തെരേസ ജെയിംസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് കൾച്ചറൽ അസോസിയേഷൻ തൊടുപുഴയിൽ കലാസാഹിത്യ സൗഹൃദ സംഗമം നടത്തി.
കൾച്ചറൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി ചെയർമാൻ KM മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ തൊൻമൂങ്കുത്ത് ജോയ് മുഖ്യ അതിഥി ആയിരുന്നു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് കൾച്ചറൽ അസോസിയേഷൻ തൊടുപുഴയിൽ കലാസാഹിത്യ സൗഹൃദ സംഗമം നടത്തി. തൊടുപുഴ AIBEA ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി കൾച്ചറൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിങ് രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ കലാ സാംസ്കാരിക രംഗങ്ങളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയ റിട്ടയർ ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് അംഗങ്ങളുടെ ഒരു സമ്മേളനം തൃശ്ശൂർ വെച്ച് ഡിസംബർ 1-ാം തീയതി ചേർന്നു. 2022 ഡിസംബറിൽ ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K. ശ്രീനിവാസൻ അവരുടെ സാന്നിധ്യത്തിലാണ് ആ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മളുടെ കൾച്ചറൽ അസോസിയേഷൻ ആരംഭിക്കുന്നത്. കൾച്ചറൽ അസോസിയേഷൻ്റെ ലക്ഷ്യം എന്ത് എന്ന് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ നമ്മളുടെ നമ്മളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. റിട്ടയർ ചെയ്ത നമ്മൾ എല്ലാവരും വീട്ടിൽ പുതിയ സാഹചര്യങ്ങളനുസരിച്ച് ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു ബോറടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഭൂരിഭാഗം റിട്ടയേഴ്സ്. ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി ചെയർമാൻ KM മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. സാഹിത്യകാരൻ തൊമ്മൻകുത്ത് ജോയ് മുഖ്യാതിഥിയായിരുന്നു. സ്വന്തം ഭവനത്തിൽ വലിയ ഗ്രന്ഥശാല ഒരുക്കിയ കാനറ ബാങ്കിൽ നിന്ന് വിരമിച്ച N. വിജയനെ ചടങ്ങിൽ ആദരിച്ചു. പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി ഫെഡറേഷൻ ഒരുക്കിയ ക്വിസ് മത്സരത്തിൽ വിജയികളായ G. ശിവരാമകൃഷ്ണ അയ്യർ, സതീഷ് ചന്ദ്രൻ B, ലീലാമ്മ MK, S. ബിന്ദു, രാജമ്മ AR എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സെൽവിൻ ജോൺ, സുകുമാർ അരിക്കുഴ, പോൾ TJ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ UDF ധർണ നടത്തി. കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ബാബു എലിയാസ് അധ്യക്ഷത വഹിച്ചു. പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ UDF ധർണ നടത്തി. പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള കവളങ്ങാട് LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കത്തിന് പിന്നിൽ കോഴ ഇടപാടെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത്. പഞ്ചായത്തിൽ 4 പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് നൽകാനുള്ള നീക്കമാണ് LDF പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നതെന്നാരോപിച്ച് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകളുടെ പരാതികൾ, സങ്കടങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരവുമായി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം ജൂലൈ മാസം 12-ാം തീയതി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെച്ചതാണ്. LDFന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു അവിയൽ മുന്നണി കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നതാണ്. അന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് വളരെ വ്യക്തമായി കൃത്യമായി ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്നും വാങ്ങി തങ്ങൾ വിശ്വസിച്ച് സാധാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരന്റെ UDFകാരന്റെ വിയർപ്പ് അധ്വാനം കൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചതിച്ച് വഞ്ചിച്ച്. ബാബു എലിയാസ് അധ്യക്ഷനായി. AG ജോർജ്, അബു മൊയ്തീൻ, എബി എബ്രഹാം, KC മാത്യൂസ്, സൈജൻ ചാക്കോ, PC ജോർജ്, KS സിബി, CJ എൽദോസ്, ജൈമോൻ ജോസ്, ജോബി ജേക്കബ്, PSA കബീർ, PA പൈലി, വർഗീസ് കൊന്നനാൽ, PM സിദ്ദിഖ്, നസീർ മുല്ലശ്ശേരി, AJ ഉലഹന്നാൻ, ജോഷി കുര്യാക്കോസ്, ഹാൻസി പോൾ, ബിൻസി മോഹനൻ, സാബു ജോസ്, സൗമ്യ ശശി,
ജിൻസിയ ബിജു, ജിൻസി മാത്യു, എൽദോസ് ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജീവിതശൈലി രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കദളിക്കാട് തെക്കുംമല ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2007 പ്രവർത്തനം ആരംഭിച്ച ഈ കമ്പനിയിൽ യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കാഴ്ചനഷ്ടം, ഉറക്കക്കുറവ്, സന്ധിവേദന തുടങ്ങിയ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാൻ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ട് സാധിക്കും. ഇന്ന് നമുക്കിടയിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ ശരീരത്തിലെ രക്തചംക്രമണവും ഓക്സിജൻ വ്യതിയാനവുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന് പ്രധാന കാരണം ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള വ്യായാമമോ പ്രവർത്തനക്ഷമതയോ ഇല്ലാതാകുന്നു. ഇതുമൂലമാണ് നമുക്ക് രോഗം വരുന്നതും രോഗികളാകുന്നതും. ഇതിന് ശാശ്വത പരിഹാരമായി കേന്ദ്ര സർക്കാർ പ്രകൃതി ചികിത്സാ രീതിയായി അംഗീകരിക്കപ്പെട്ട ആയുഷ് മന്ത്രാലയത്തിന്റെ അനുമതിപത്രം ലഭിച്ചിട്ടുള്ളതും 10,000-കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നതുമായ ഒരു ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറിയം. സ്ഥാപനത്തിന്റെ പുതിയ ബ്രാഞ്ച് കദളിക്കാട് തെക്കുംമല ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഈ ബയോട്ടോറിയം അതായത് മാഗ്നറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് എന്നാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് ഈ നാട്ടിലുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി. വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പളിക്കുന്നേൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. റാണി ജോസഫ് ഏറ്റുവാങ്ങി. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമക്കൽ, വാർഡ് മെമ്പർ രതീഷ് മോഹൻ, തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു പത്മകുമാർ, ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ അജി എന്നിവർ പ്രസംഗിച്ചു. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത കോശങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ മൂല്യം. എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെയൊന്നും എഴുതും വിശ്വസിക്കുന്ന ആളല്ല. പുള്ളി ഇപ്പോഴും ഇത് കയ്യിൽ ഉപയോഗിക്കുന്നുണ്ട്. പുള്ളിക്ക് ഒരു കൂന് പോലും ഉണ്ടായിരുന്നു, ആ കൂന് പോലും തോന്നുന്നതാണ് പറയുന്നത്. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നന്ദി. റെജി VS, LP രവിചന്ദ്രൻ, സന്തോഷ് തലയോലപ്പറമ്പ്, ജോർജ് ജോസഫ് പാല എന്നിവരാണ് ഈ ബയോട്ടോറിയത്തെ നയിക്കുന്നത്. 150 രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റി അയക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. 17 വർഷമായെങ്കിലും നമ്മൾ കേരളത്തിലേക്ക് വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ കമ്പനി കഴിഞ്ഞ 17 വർഷമായിട്ട് 9 വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഇത് മാർക്കറ്റിംഗ് വന്നിട്ട് ഒരു 4.5 വർഷമായിട്ടുള്ളൂ. ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നിട്ട് 29 മാസമായിരുന്നു. ഭൂമിയുടെ 700 അടി താഴ്ചയിൽ നിന്ന് മൈൻ ചെയ്തെടുത്ത് ഒരു പൗഡറാണ്. ഇതിന്റെ പേര് നിയോഡൈമിയം എന്നാണ്. നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് പീരിയോഡിക് ടേബിളുണ്ട്, അതിലാണ് 60ാമത്തെ മൂലകമാണ്. അതിന്റെ പേര് നിയോഡൈമിയം. അപ്പൊ ഇത് പൗഡർ രൂപത്തിൽ കിട്ടുന്ന ഈ മാഗ്നറ്റ് നിക്കൽ കോട്ട് ചെയ്ത് ബട്ടൺ സെൽ രൂപത്തിലാക്കിയാണ് നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനി 2007 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഉൽപ്പന്നത്തിന് പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമാണ്. ഈ ഉൽപ്പന്നം ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് ആവശ്യമായ അളവിൽ ഓക്സിജനും പോഷകങ്ങളും എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നു. അതിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ആന്തരിക അവയവങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നതോടൊപ്പം ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഉടനടി ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ കാഴ്ചനഷ്ടം, ഉറക്കക്കുറവ്, കൂർക്കം വലി, സന്ധിവേദന, പല്ലിന്റെ രക്തസ്രാവം, പേശിവേദന, ആർത്രൈറ്റിസ് രോഗം, ദഹനക്കേട്, ശ്വാസകോശ കരൾ പരാജയം, വൃക്ക പരാജയം, രക്തം കട്ടപിടിക്കുക, ആർത്തവ ക്രമക്കേട്, ത്വക്കുരോഗം, വന്ധ്യത, ഹോർമോൺ അസന്തുലിതാവസ്ഥ, പൈൽസ്, പക്ഷാഘാതം, ലൈംഗിക വൈകല്യം, മൂത്രാശയ രോഗം, ബലഹീനത, കുറഞ്ഞ ഊർജം, കാൽവേദന, സ്ട്രോക്കും ബ്രെയിൻ ടേർണറും, ഓർമ്മക്കുറവ്, സോറിയാസിസ്, ENT പ്രശ്നം, വെർട്ടിഗോയും തലവേദനയും, തൈറോയിഡ്, ശരീരവീക്കം, ഒന്നിലധികം തടസ്സങ്ങൾ, കൊളസ്ട്രോൾ, കൊഴുപ്പ്, പൊണ്ണത്തടി, ഹൃദയാഘാതം, പ്രമേഹം, പാർക്കിൻസൺ, ഉയർന്ന BP, കുറഞ്ഞ BP, കുറഞ്ഞ പ്രതിരോധം, ക്യാൻസർ, വെരിക്കോസ് വെയിൻ, കറുത്ത തൊലിയും പാടുകളും, അപസ്മാരം, ഫിക്സ്, മുടികൊഴിച്ചിൽ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ മാറുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും മൊബൈൽ ഫോണുകളുടെയും റേഡിയേഷനും തടയുന്നു. വിശദ വിവരങ്ങൾക്ക് 9446077744 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി പ്രകാരം അംഗങ്ങളായ തൊഴിലാളികൾക്കും മക്കൾക്കും വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലേഴ്സ് യോഗം തൊടുപുഴയിൽ നടത്തി. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ് കൗൺസിലേഴ്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റായി PC ജേക്കബ്, ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് AG റിയാസ്, ട്രഷററായി CS അജ്മൽ എന്നിവരെ വീണ്ടും തെരഞ്ഞെടുത്തു. മൂലമറ്റം സെയിന്റ് ജോർജ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഇടുക്കി DLSA സീനിയർ ഡിവിഷൻ സെക്രട്ടറി സിവിൽ ജഡ്ജ് അരവിന്ദ് V എടയോടി ഉദ്ഘാടനം നിർവഹിച്ചു. വെളിയച്ചാൽ സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ നിർമ്മിച്ച വിശുദ്ധരുടെ താഴ്വരയുടെ വെഞ്ചരിപ്പ് കർമ്മം മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.